ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്നൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? അതും കുക്കറിൽ. എന്നാ വായോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് സ്പീഡൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിൽ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ചെറിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളിയാണേ. അപ്പോൾ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു ചെറിയൊരു ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീഫൊന്ന് കഴുകിയെടുത്താലോ. അപ്പോൾ നല്ല ബീഫാണേ. അപ്പോൾ രാവിലെ തന്നെ ഇക്ക മേടിച്ചിട്ട് വന്ന ബീഫാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ല ചുവപ്പ് നിറമുണ്ട് കേട്ടോ ബീഫിന്. അപ്പോൾ നല്ല ബീഫാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാവേ. അപ്പോൾ കരളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കരളും കുറച്ച് കഷ്ണങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇവിടെ ബീഫായാലും ചിക്കനായാലും മേടിക്കുമ്പോൾ 2 ദിവസത്തേക്കൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്ത് നാളത്തേക്ക് മാറ്റിയിട്ട് ബാക്കി നമുക്ക് ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാവേ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് ബീഫ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കറിയാക്കിയാലോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറൊക്കെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും മൂത്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്തതിന് ശേഷമുള്ളൊരിതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. അപ്പോൾ നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെയൊക്കെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാവേ. കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ കുറച്ചധികം ഉപ്പ് കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കാം. അപ്പോൾ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വഴണ്ട് വന്നപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഗരം മസാല അതും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ വഴണ്ട് വന്നേക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ ബീഫ് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് എല്ലാം കൂടി അതിലോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് വെള്ളമാണ്. അപ്പോൾ നല്ല ചൂട് ആക്കണ്ട, ഇളം ചൂട് വെള്ളമാണ്. അപ്പോൾ നമുക്ക് അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് ചൂടായപ്പോൾ തന്നെ നമ്മൾ ബീഫിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് വെള്ളം, കാരണം ഇവിടെ കൂടുതലും കറി നന്നായിട്ട് വേണം. പിന്നെ ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ ഏകദേശം കറി നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ 3 or 4 വിസിൽ കേൾപ്പിക്കാം. ഞാനൊരു 3 വിസിൽ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ വിസിലാണ് കേട്ടോ കേട്ടത്. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ കേട്ടതിന് ശേഷം ഒന്ന് തുറന്നൊക്കെ നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി നല്ലോണം സെറ്റായിട്ടുണ്ട്. കറി നല്ല ചാറോട് കൂടി തന്നെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിക്കുന്ന ആ സമയത്ത് കുറച്ച് കുരുമുളകും
കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഉപ്പിനൊരു കുറവുണ്ട്, ചെറുതായിട്ട് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ബീഫ് കറി സെറ്റായിട്ടുണ്ടേ. അപ്പോൾ അടിപൊളി ബീഫ് കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.